ഓ ഗൈസ്, നിങ്ങൾ ഇത് കാണുക. വിഷയം ലവ് ജിഹാദ് ആണ്. സോ വാട്ട് ഈസ് ലവ് ജിഹാദ്? എന്താണ് അതിന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി? ആ വാക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന്റെ എൻഡ്, അതിന്റെ ഡെസ്റ്റിനി ക്ലിയർ ആവണം. അതായത് ജിഹാദ്. ഗൈസ്, ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. മുസ്ലിം ഇതര സ്ത്രീ ജനങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേട്ട് വിലയിരുത്തുക. സോ ലവ് ജിഹാദ് എന്ന പ്രോസസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആദ്യപടി എന്നുള്ളത് മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു വ്യക്തി അന്യമതത്തിലുള്ള സ്ത്രീയെ വശീകരിച്ച് വശംവദയാക്കി അവന്റെ മതത്തിലോട്ട് ചേർക്കുക എന്നുള്ളതാണ് ആദ്യപടി. വശീകരിച്ച് വശംവദയാക്കുക എന്നുള്ളൊരു വാക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്നേഹിച്ച് കൂടെ കൂട്ടുക എന്നുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഒരു കാരണവശാലും ജിഹാദ് അല്ല. അത് എല്ലാ മതത്തിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്നേഹിക്കുക, കൂടെ കൂട്ടുക, സന്തോഷമായി ജീവിക്കുക, അതുവരെ നോർമൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സ്നേഹിച്ച് കൂടെ കൂട്ടുമ്പോൾ അത് നിർബന്ധിച്ച് മതം മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. ബട്ട് അവനവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും മുന്നോട്ട് പോകുമ്പോഴുള്ള സാമൂഹ്യ ജീവിതം ഈസിയാക്കാനും വേണ്ടി അവനവന്റെ ആഗ്രഹപ്രകാരം മതം മാറുക എന്നുള്ളതൊരു തെറ്റായ കാര്യമല്ല. അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്ന കാര്യം കൂടിയാണ്. അതിന്റെ മുകളിൽ കുതിര കയറാൻ ഒരു മതമലരന്മാരും നിൽക്കരുത് എന്നേ പറയാനുള്ളൂ. ഇനി ഇതെങ്ങനെ ലവ് ജിഹാദ് ആകുന്നു? ഇതുപോലെ തന്നെ സ്നേഹിച്ച് വശംവദയാക്കി കൂടെ കൂട്ടുകയും അവനവന്റെ മതത്തിന്റെ വക്താക്കളാക്കുകയും അതിനുശേഷം ഒരു പടിയും കൂടി കടന്ന് തീവ്രവാദ സംഘടനകളുടെ ഭാഗം കൂടിയാകുമ്പോഴാണ് ഇത് ലവ് ജിഹാദ് ആകുന്നത്. ഇനി അവയർനെസ്സിലോട്ട് വരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. తెలంగాణയിൽ നടന്നതാണ്. ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ്ങിലാണ് ఈ వీడియో. ఏ హిందూ అమ్మాయి అయినా సరే ప్లీజ్ ఏ ముస్లిం అబ్బాయి ట్రాప్లో పడకండి. వాళ్ళు ఓన్లీ చీట్స్. ఇప్పుడు మీరు చూస్తున్నాను, నేను ఒక లైవ్ ఎగ్జాంపుల్. 10 years ఒక చదువుకున్న మూర్ఖురాల్ని నేను. హిందుత్వం వదిలేసి నేను ఇక్కడ వచ్చేసి 10 yearsగా నేను నరకం చూస్తున్నాను. వాళ్ళు మొత్తం ఫ్యామిలీ కూడా అంతే అండి. మీకు ఎవరు సపోర్ట్ చేయరు. సో ప్లీజ్ అది ఆ సపోర్ట్కి మీరు వెళ్ళొద్దు. అసలు వాళ్ళ దరిదాపుల్లో కూడా వెళ్ళకండి. వాళ్ళు దే జస్ట్ రూత్లెస్ పీపుల్ అండి. చంపడానికి కూడా వాళ్ళు వెనకాడారు. సో ప్లీజ్, నాకు ఆల్రెడీ థ్రెట్ ఉంది నా లైఫ్ మీద. వాడు నన్ను చంపేసైనా అమ్మాయిని పెళ్లి చేసుకుంటా అది ఇది అన్నాడు. అలాంటి థ్రెట్లో నేను బతుకుతున్నాను ఇప్పుడు. చివరిగా ఎప్పుడు అర్థమైంది మిమ్మల్ని కావాలని ట్రాప్ చేశాడని? ఏ క్షణంలో అనిపించింది? ఆ ఇంకో అమ్మాయి కూడా పెళ్ళయి ఒక కూతురు ఉందండి, అది కూడా సింగిల్ మదర్. ఆ అమ్మాయిని ట్రాప్ చేసినప్పుడు నాకు అర్థమైపోయింది, వీడు ఇలాంటి అమ్మాయిల్ని చూస్తాడు. ఒకళ్ళు പവർ ലേനി അമ്മായിനെ ചൂസുకొని వాళ్ళని ഗ്രിപ്പിലോ പെట్టుకుంటే വീട് പവർతో ആടൊచ్చు. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകളാണ് ഓരോ ദിവസം കേരളത്തിന്റെ പുറത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചിലത് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്ത്രീ പറഞ്ഞു വെച്ചതിനോട് എല്ലാത്തിനോട് യോജിക്കാൻ കഴിയില്ല. എല്ലാ മുസ്ലിം സഹോദരന്മാരും ഇങ്ങനെയല്ല. പക്ഷെ ഇവർ പറഞ്ഞു വെക്കുന്നത് എല്ലാം തന്നെ ഗാർഹിക പീഡനങ്ങളാണ്. ഇവർ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങളാണ്. അതൊരു കാരണവശാലും ജിഹാദ് അല്ല. ആ ജിഹാദിന്റെ വള്ളിയിൽ കൂട്ടിക്കെട്ടാനും സാധിക്കില്ല. ജിഹാദ് എന്നത് ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനിയാണ്. അവിടെയും വരെ എന്തായാലും എത്തിച്ചേർന്നിട്ടില്ല. എന്നാലും എല്ലാവരും ഈ കാരണങ്ങളെയും ജിഹാദ് എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. ഇതുപോലുള്ള നൂറുകണക്കിന് ഗാർഹിക പീഡനങ്ങളാണ് ജിഹാദ് എന്ന പേരിട്ടുകൊണ്ട് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ കേരള സ്റ്റോറി എന്ന പടത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇത് വന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി കേരളത്തിലെ സ്ത്രീകളോട് പറഞ്ഞു വെക്കാനുള്ള അവയർനെസ് ഈ കൂട്ടത്തിൽ തന്നെ കൊടുക്കാം. ഇതിപ്പോ സമയപരിധി മൂലം 2ാം പാർട്ടായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ 2ാം പാർട്ടും ഉണ്ടാവും. അതും കൂടി കണ്ടിട്ടൊന്ന് വിലയിരുത്തുക.